ഹായ് പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠനത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛൻ്റെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ക്ലാസ് പരമ്പരയ്ക്ക് വലിയ ജനപ്രീതിയുണ്ട്. ധാരാളം പേര് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതനുസരിച്ച് വ്യത്യസ്തമായ ആശയങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് വരിക എന്ന് നമുക്കറിയാം. എങ്കിലും ഒരു വചനഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ത്രെഡുമായി ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതിൽ ഒരു പരാജയം പറ്റിയാൽ നാം അത് കണ്ണടച്ച് വിടുകയാണോ വേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനാണ്, ദാനിയേൽ അച്ഛനാണ് പഠിപ്പിക്കുന്നത് എന്നതിനാൽ നമുക്കതിൻ്റെ തെറ്റും ശരിയൊന്നും നോക്കിക്കൂടാ, അതിൽ അപാകതയുള്ളതൊന്നും ചൂണ്ടിക്കാണിച്ചുകൂടാ എന്ന് പറയാൻ പറ്റുമോ? അച്ഛൻ്റെ നോട്ടപ്പിശക് പറ്റിയതാണെങ്കിൽ അത് ശ്രദ്ധപ്പെടുത്താൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ വ്യാഖ്യാനങ്ങളിൽ എന്തെല്ലാം മാറ്റം വന്നാലും എഴുതപ്പെട്ട ലിഖിതങ്ങൾക്ക് വിരുദ്ധമായി ഒരു വചനവ്യാഖ്യാനം വന്നാൽ, അതായത് പഴയ നിയമത്തിലെ മെൽക്കിസേദെക്കിനെ കുറിച്ച് അച്ഛൻ പരാമർശിക്കുന്നതിനിടയിൽ വിശദമായ ചില വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ പുതിയ നിയമത്തിലെ ഒരു വചനത്തിൻ്റെ ഘടകവിരുദ്ധമായി അത് മാറുന്നു എങ്കിൽ അത് നമുക്ക് കണ്ണടച്ചു വിടാൻ പറ്റുമോ? ആ സമസ്യ നമുക്ക് ക്ലിയർ ചെയ്യണ്ടേ? അച്ഛനെ പഠിപ്പിക്കാൻ ഞാൻ ആരുമല്ല, ഏറ്റവും നിസ്സാരനാണെന്ന് എളിമയോടെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ കേൾക്കുന്നവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇവിടെ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊന്ന് വിലയിരുത്തണം. മെൽക്കിസേദെക്കിനെ കുറിച്ച് അച്ഛൻ പഠിപ്പിച്ചൊരു ഭാഗം ഞാൻ കേൾപ്പിക്കാം. പഴയ നിയമത്തിലെ മെൽക്കിസേദെക്കിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞതിന് വിരുദ്ധമായ ഹെബ്രായ ലേഖനത്തിലെ ഒരു വാക്യവും ഞാൻ കാണിക്കാം. ഹെബ്രായർ 7:3. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല, അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. മർമ്മപ്രധാനമായ ഒരു ഭാഗമാണിത്. ഒന്നാമത്തേത്, പല റബ്ബിമാരും ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ വിശ്വസിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് നോഹയുടെ മൂത്ത മകനായ ഷേമായിരുന്നു എന്ന് പല റബ്ബിമാരും വിശ്വസിക്കുന്നു. ഷേമിന്റെ ആയുസിന്റെ ദൈർഘ്യം കണക്കിലെടുത്താൽ ഇത് വിശ്വസനീയമായ ഒരു വ്യാഖ്യാനമായി കാണാവുന്നതാണ്. മറ്റു ചില ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് ഷേമായിരിക്കില്ലെങ്കിൽ ഷേമിന്റെ സന്തതികളിൽ ആരെങ്കിലും ആകാം എന്നൊരു അഭിപ്രായം ഉണ്ടാവുന്നുണ്ട്. ഷേമിന് ആരംഭമുണ്ട്, അവസാനമുണ്ട്. ഷേമിന് പിതാവുണ്ട്, മാതാവുണ്ട്. മെൽക്കിസേദെക്കിന് മാതാവോ പിതാവോ വംശപരമ്പരയോ ഇല്ല എന്ന് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. കേട്ടു നോക്കാം. എന്തുമാവട്ടെ, ബൈബിളിന്റെ മൊത്തത്തിലുള്ള ഒരു ത്രെഡുമായി ചേർത്ത് വായിച്ചു പോകുമ്പോൾ തീർച്ചയായും അബ്രഹാമിന്റെ പൂർവ്വപിതാവായിരുന്ന ഷേമോ, ഷേമിന്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലുമോ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ കൈവഴികൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിച്ച ആരോ ഒരാൾ മൽക്കിസദേക്ക് എന്ന ഈ വ്യക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നിത്യപുരോഹിതനായ യേശുവിന്റെ നിഴലായിട്ടാണ് എബ്രായ ലേഖനം മൽക്കിസദേക്കിനെ അവതരിപ്പിക്കുന്നത്. ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമെന്ന് 110 സങ്കീർത്തനവും എബ്രായ ലേഖനവും നമുക്ക് പറഞ്ഞു തരുന്നു. 15-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് എഴുതപ്പെട്ട ലിഖിതങ്ങളോട് ചേർന്ന് പോകുന്നതാണെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഷേമിൻ്റെ ആയുഷ്കാലത്ത് തന്നെ ദൈവപുത്രന് സദൃശനായ ഒരാളായി മെൽക്കിസദേക്ക് കാണപ്പെട്ടുവെങ്കിൽ ചരിത്രത്തിലെ ആരാണിത് എന്ന് പരിധി നോക്കുന്നതിനേക്കാൾ ആരംഭമോ അവസാനമോ ഇല്ലാത്ത ഒരാളാണ് എന്ന ധാരണ നമുക്കുള്ളപ്പോൾ ഇങ്ങനെ ചരിത്രത്തിലെ ഒരാളെ തന്നെ കണ്ടുപിടിച്ച് അതാണ് മെൽക്കിസദേക്ക് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷേമായിരിക്കാം, അല്ലെങ്കിൽ ഷേമിൻ്റെ സന്തതി പരമ്പരകളിൽ ഒരാളായിരിക്കാം എന്നത് അച്ഛനോട് ഉറപ്പിച്ച് പറയുന്നില്ലേ? അതല്ലേ ആ വാക്ക്? ഒന്നുകൂടെ കേട്ട് നോക്കിക്കുക ആ വാക്ക്. തീർച്ചയായും അബ്രഹാമിന്റെ പൂർവ്വപിതാവായിരുന്ന ഷേമോ, ഷേമിന്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലുമോ ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ കൈവഴികൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിച്ച ആരോ ഒരാൾ മൽക്കിസദേക്ക് എന്ന ഈ വ്യക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായും എന്നച്ഛൻ പറയുന്നുണ്ട്. തീർച്ചയായും അബ്രഹാമിന്റെ പൂർവ്വപിതാവായിരുന്ന ഷേമോ, ഷേമിന്റെ സന്തതി പരമ്പരകളിൽ ആരെങ്കിലുമോ മെൽക്കിസദേക്ക് എന്ന ഒരു വ്യക്തിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം മെൽക്കിസദേക്കിനെ അവതരിപ്പിക്കുന്നത് ഷേമോ, ഷേമിൻ്റെ സന്തതി പരമ്പരകളിൽ ആരോ ആയിട്ടാണെന്ന് അച്ഛൻ തീർച്ചയായും എന്ന വാക്കോടുകൂടി കൺഫേം ചെയ്യുന്നുണ്ട്, ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് വിശുദ്ധ ലിഖിതത്തിന് എഴുതപ്പെട്ട ഹെബ്രായ ലേഖനത്തിൽ എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമാണത് എന്ന് നാം കണ്ടെത്തുന്നത്. അവിടെയാണ് തർക്കമുള്ളത്. ഞാനതൊന്നും ഉറപ്പിച്ച് പറയുകയല്ല, ഞാൻ ബൈബിൾ പണ്ഡിതനല്ല. എങ്കിലും സാധാരണ നമുക്കറിയാവുന്ന സാമാന്യ ബുദ്ധി വെച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ആ വിഷയം അവതരിപ്പിക്കുകയാണ്. ബൈബിൾ പണ്ഡിതന്മാരോ ആരെങ്കിലും ഇതിന് മറുപടി തരേണ്ടതുണ്ട്, വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതിന് ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ത്രെഡുമായി യോജിച്ചു പോകുന്നു എന്ന് പറഞ്ഞാണ് അച്ഛൻ അത് അവതരിപ്പിച്ചത്. എന്നാൽ ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ത്രെഡുമായി യോജിച്ചു പോവില്ല എന്നതിന് തെളിവാണ് ഈ വചനഭാഗമുള്ളത്. ഷേമിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഒരാളോ ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞാലും ഷേമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട വ്യക്തിക്ക് പിതാവുമുണ്ട്, മാതാവുമുണ്ട്, വംശപരമ്പരയുമുണ്ട്, അല്ലേ? അപ്പോൾ മെൽക്കിസദേക്ക് ഷേമുമല്ല, ഷേമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആരുമല്ല എന്ന് വ്യക്തമല്ലേ? അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ, അതായത് മെൽക്കിസദേക്കിൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ഷേമിൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമുണ്ട്. ജനിച്ച അന്ന് ഷേമിൻ്റെ ആരംഭമാണ്, ഷേമിൻ്റെ അവസാനവും ആയുസ് എത്രയാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഷേമിൻ്റെ സന്തതി പരമ്പരകൾക്കും ദിവസങ്ങൾക്ക് ആരംഭമുണ്ട്, ആയുസ്സിന് അവസാനമുണ്ട്. അവരെല്ലാം കാലം ചെയ്തു പോയി.
അവസാനമുണ്ടായിരുന്നു. എന്നാൽ മെൽക്കിസേദെക്കിന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ അവൻ്റെ ആയുസ്സിന് അവസാനമോ ഇല്ല എന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. ഈ വചനവുമായി അച്ഛൻ വരുന്ന വ്യാഖ്യാനം ചേർന്നു പോവില്ല. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തു നിത്യപുരോഹിതനാണ് എന്ന് വരുമ്പോൾ ആ നിത്യപൗരോഹിത്യം വംശപരമ്പര അടിസ്ഥാനത്തിലല്ല എന്ന് വ്യക്തമാക്കി. ലേവി പൗരോഹിത്യം വംശപരമ്പര അടിസ്ഥാനപ്പെടുത്തിയാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം വംശപരമ്പര അടിസ്ഥാനപ്പെടുത്തിയല്ല. വംശപരമ്പര ഇല്ലാത്ത, മാതാവോ പിതാവോ ഇല്ലാത്ത ദൈവപുത്രന് സദൃശനായ മെൽക്കിസേദെക്ക് എന്ന് പരാമർശിക്കുന്നുണ്ട്, അല്ലേ? വായിച്ചേ. ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ്. ദൈവപുത്രന് സദൃശനാണ് മെൽക്കിസേദെക്ക് എന്ന് പറയുമ്പോൾ അസാധാരണമായി അവിടെ കാണപ്പെട്ട ഒരു പ്രതീകമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. വംശപരമ്പരയിൽ ചരിത്രത്തിൽ ആ വ്യക്തിയെ പരതി പോകുന്നത് അങ്ങനെയുള്ള ഒരു പഠനം ബൈബിളിൻ്റെ മൊത്തത്തിലുള്ള ത്രെഡിനും മൊത്തത്തിലുള്ള സന്ദേശത്തിനും ചേർന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യത്തെ ബലപ്പെടുത്താൻ അത് ഉതകുകയില്ല. കാരണം വംശപരമ്പരയിൽപ്പെട്ട ഒരാളുടെ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയല്ല യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, അത് സ്വർഗീയമാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തെ തള്ളിപ്പറയാനുള്ള യഹൂദ വ്യാഖ്യാനമാണ് ഇത്. യേശുക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തിന് യാതൊരു വിലയുമില്ല. യേശുക്രിസ്തു സ്വർഗത്തിൽ പുരോഹിതനല്ല. ദൈവജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിക്കപ്പെട്ട ആളല്ല യേശുക്രിസ്തു എന്ന് സ്ഥാപിക്കാനുള്ള യഹൂദ റബ്ബിമാരുടെ ശ്രമമാണ് നടക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായ റബ്ബിമാരുടെ വ്യാഖ്യാനത്തെ അച്ഛൻ കൂട്ടുപിടിച്ചത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ പഴയ നിയമം പഠിച്ചതും അച്ഛൻ പഴയ നിയമം പഠിപ്പിക്കുന്നതും യഹൂദ പശ്ചാത്തലത്തിലും യഹൂദ റബ്ബിമാരുടെ വ്യാഖ്യാനത്തിലുമാണ്. അത് അടിസ്ഥാനപരമായൊരു തെറ്റാണത്. കാരണം എന്താ? ക്രിസ്തു ഏകരക്ഷകൻ എന്ന കാഴ്ചപ്പാടിനെയും ക്രൈസ്തവ വീക്ഷണത്തെയും ലഘൂകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള രീതിയിലാണ് യഹൂദ റബ്ബിമാരുടെ വചനഭാഗങ്ങൾ എല്ലാം തന്നെ. പഴയ നിയമം യഹൂദരുടെ ഗ്രന്ഥമാണെങ്കിലും യഹൂദ റബ്ബിമാർ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇത് പഴയ നിയമം ആയതുകൊണ്ട് ഇത് അവരുടെ കുത്തകയാണ് എന്ന മനോഭാവത്തിൽ യഹൂദ റബ്ബിമാരുടെ അതേ വ്യാഖ്യാനം പല സെമിനാരികളിലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ തെറ്റാണത്. ക്രൈസ്തവ വീക്ഷണത്തെ നിരാകരിക്കുന്നതും ക്രിസ്തുവിനെയും ക്രിസ്തു മതത്തെയും നിരർത്ഥകമാക്കുന്ന ഒരു പഠന രീതിയാണത്. അതുകൊണ്ട് യഹൂദ റബ്ബിമാരുടെ പഠനത്തെ നാം ടോട്ടലി നിരാകരിച്ചേ പറ്റൂ. ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തെയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി പല ബൈബിൾ ഭാഗങ്ങളും യഹൂദർ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ അപ്പോക്രിഫ എന്ന് പറയുന്ന ഭാഗം, ഉത്തരകാനൂനിക ഗ്രന്ഥങ്ങൾ, ആ ലിസ്റ്റിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ യഹൂദർ നിഷേധിക്കാൻ കാരണം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സാധൂകരിക്കാവുന്ന പലതും അതിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, യഹൂദ റബ്ബിമാരുടെ വ്യാഖ്യാനങ്ങൾ പഴയ നിയമത്തിലുള്ളത് നാം തള്ളിക്കളയേണ്ടതുണ്ട്. നമുക്ക് ദൈവം നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ആ ചൈതന്യത്തിന് ചേർന്ന വിധത്തിലാണ് പഴയ നിയമവും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. മെൽക്കിസേദെക്കിനെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുള്ള ഹെബ്രായർ 7-ാം അധ്യായം യഹൂദ റബ്ബിമാർ കണ്ടിട്ടില്ല. കണ്ടെങ്കിലും അവരത് അവഗണിക്കുകയാണ്. അത് വിശുദ്ധലിഖിതമായി അവർ അംഗീകരിച്ചിട്ടില്ല. സുവിശേഷങ്ങളോ ലേഖനങ്ങളും വെളിപാടും ഉൾപ്പെടുന്ന പുതിയ നിയമ ഗ്രന്ഥങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ലാത്ത സ്ഥിതിയിൽ ഹെബ്രായർ 7-ാം അധ്യായത്തിൽ പറയുന്ന മെൽക്കിസേദെക്കിനെക്കുറിച്ച് പരാമർശിച്ച ഭാഗങ്ങൾ അവർ നിരാകരിക്കും. അത് നിരാകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവന്നിരിക്കുന്നത്, ദുരുദ്ദേശപൂർവ്വം മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവന്നിരിക്കുന്നത്. ആ കെണിയിൽ ദാനിയേലച്ചനെ പോലെയുള്ള നമ്മുടെ പല പണ്ഡിതരും പെട്ടുപോവുകയാണ്. പഴയ നിയമത്തിലെ എല്ലാ ഭാഗങ്ങളും വ്യാഖ്യാനിക്കുമ്പോൾ റബ്ബിമാർ ചെയ്യുന്നത് ഫലത്തിൽ ക്രിസ്തുവിനെ നിഷേധിക്കുക, ക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുക, അവിടുത്തെ നിത്യ പൗരോഹിത്യം നിഷേധിക്കുക. ആ കെണിയിൽ നാം വീണു പോകരുത്. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിലെ വചനങ്ങൾ അംഗീകരിക്കാത്ത റബ്ബിമാരാണ് അച്ഛൻ പറഞ്ഞ രീതിയിലുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് സ്വീകാര്യമല്ല, നാം നിരാകരിച്ചേ പറ്റൂ. ബിഷപ്പ് ആംബ്ലാനിയുടെ ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് നോഹയുടെ പുത്രൻ ഷേം ആയിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് യഹൂദ റബ്ബിമാരുടെ ഗ്രന്ഥമായ താൽമുദിൽ ഒരു പരാമർശമുണ്ട് എന്ന് മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം പരാമർശിച്ചു വിടുക മാത്രമല്ലാതെ ഹെബ്രായർ 7:3 ഖണ്ഡിക്കുന്ന രീതിയിൽ ഒന്നും ബിഷപ്പ് ആംബ്ലാനി എഴുതിയിട്ടില്ല. വലിയ പണ്ഡിതനായ അച്ഛന് ഇതുപോലെ ചില പെശകുകളെ പറ്റിയത് ശ്രദ്ധപ്പെടുമ്പോൾ നാം ഇതിനെക്കുറിച്ച് പറയാൻ ആരാണ്, നാം അത്തരം വളർന്നിട്ടില്ലല്ലോ എന്നതുകൊണ്ടാണ് തിരിച്ചറിവുള്ള പലരും പ്രതികരിക്കാത്തത്. ബൈബിൾ പണ്ഡിതനായ മറ്റൊരു അച്ഛനെ വിളിച്ചാൻ ചോദിച്ചപ്പോൾ, ബൈബിളിൽ MD ചെയ്ത് ലൈസൻസിയേറ്റ് എടുത്ത ഒരു അച്ഛനെ വിളിച്ചാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത്, ദാനിയേലച്ചൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ അച്ഛനെയൊക്കെ വിമർശിക്കാൻ നമ്മൾ മെനക്കെട്ടാൽ എങ്ങനെയാണ്? നമ്മൾ ശിശുക്കളല്ലേ, നമ്മൾ അത്രയും ആയിട്ടില്ലാത്തതുകൊണ്ട് അച്ഛനെ വിമർശിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാ മിക്ക പണ്ഡിതരെയും ചെയ്യുന്നത്. ദുരുദ്ദേശപൂർവ്വമല്ലാതെ ക്രിയാത്മകമായി നമുക്ക് വിമർശിക്കാമല്ലോ. മാത്രമല്ല ഇതുപോലെ പല പെശകുകളും അച്ഛൻ്റെ ബൈബിൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച മറ്റൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. നോഹ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടന്നപ്പോൾ നോഹയുടെ 2 മക്കൾ ആ നഗ്നത മറച്ചതിനെക്കുറിച്ചും ഒരു മകൻ നഗ്നത കണ്ടെങ്കിലും മറച്ചില്ല എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ തെറ്റായ ഒരു സാങ്കല്പിക മ്ലേച്ഛത തന്നെ അച്ഛൻ പഠിപ്പിച്ചത്. ബൈബിളിനെയും ക്രൈസ്തവരെയും ആക്ഷേപിക്കാനൊക്കെ ഉദ്ദേശത്തോടു കൂടി ദുരുദ്ദേശപൂർവ്വം ചില പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ പണ്ഡിതന്മാർ പടച്ചുവിട്ട ചില സാങ്കല്പ കഥകളൊക്കെ ചേർത്ത്
തികച്ചും ബൈബിൾ വിരുദ്ധമായ ഒരു വ്യാഖ്യാനം അച്ഛൻ അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. ഈ മെൽക്കിസെദേക്കിൻ്റെ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്? യഹൂദ റബ്ബിമാരോട് ചേർന്ന് നമ്മൾ ഹെബ്രായ ലേഖനം നിരാകരിക്കുകയാണോ ചെയ്യേണ്ടത്? അതോ ഹെബ്രായ ലേഖനത്തിൽ 7:3 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ പറയുന്ന ഈ സങ്കല്പങ്ങൾ നിരാകരിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.